കപ്പൽ യാത്രകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരിക്കലും ഒരു കപ്പൽ യാത്ര ചെയ്തിട്ടില്ലാത്ത ആളുടെ പോലും മനസ്സിൽ ആദ്യം വരുന്ന പേര് ടൈറ്റാനിക് എന്നാണ്. ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു ദുരന്ത യാത്ര ആയിരുന്നു ടൈറ്റാനിക്കിൻ്റേത്. ടൈറ്റാനിക്കിനെ കുറിച്ച് ഇനി ആർക്കെങ്കിലും ബാക്കി അറിയാനും ഉണ്ടായിരുന്നെങ്കിൽ അവരും കൂടി അറിയുന്നത് ടൈറ്റാനിക് എന്ന് പറയുന്ന ജെയിംസ് കാമറൂൺ ഡയറക്റ്റ് ചെയ്ത സിനിമ വന്നപ്പോഴാണ്. ടൈറ്റാനിക്കിൻ്റെ ശരിക്കുള്ള പേര് RMS ടൈറ്റാനിക് എന്നായിരുന്നു. 1912 ഏപ്രിൽ 10 ആണ് അതിന് യാത്ര പുറപ്പെടുന്നത്. ആ യാത്രയെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു ചിത്രമായിരുന്നു ടൈറ്റാനിക്. ആ യാത്രയുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഓർമ്മകളിലൂടെയുള്ള ഒരു കപ്പൽ യാത്ര ബെന്നീസ് റോയൽ ടൂർസ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ യാത്രയെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. യാത്രകൾ, അത് പ്രത്യേകിച്ച് കപ്പൽ യാത്രകളെ കുറിച്ചൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ള കുറേ കഥകൾ, കപ്പൽ യാത്രികർ നേരിട്ടുണ്ടായിരുന്ന അപകടങ്ങൾ, കപ്പൽ യാത്രയിൽ സംഭവിച്ചിട്ടുള്ള ഈ സീ പൈററ്റ്സിൻ്റെ, കടൽ കൊള്ളക്കാരുടെ ആക്രമണം, വൈക്കിങ്ങുകളുടെ കപ്പൽ യാത്രകളെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് നന്നായി കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആധുനിക മനുഷ്യൻ, ആധുനിക യാത്രികൻ ഒരു കപ്പൽ യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം അവൻ്റെ മനസ്സിൽ വരുന്ന ചിത്രം ടൈറ്റാനിക്കിൻ്റെ. ഈ ടൈറ്റാനിക് സ്മരണ പുതുക്കിക്കൊണ്ട് കൊച്ചിയിൽ നിന്ന് വെന്നീസ് റോയൽ ടൂർസിൻ്റെ ഒരു യാത്ര ആരംഭിക്കുകയാണ്. എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ലണ്ടനിലെത്തി. ലണ്ടനിൽ നിന്ന് ടൈറ്റാനിക് യാത്ര ചെയ്ത അതേ റൂട്ടിൽ ഒരു യാത്ര അമേരിക്കയിലേക്ക്, ന്യൂയോർക്കിലേക്ക്. ടൈറ്റാനിക് അതിൻ്റെ ലക്ഷ്യം കണ്ടില്ല, നമ്മൾ ലക്ഷ്യം കാണും, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ലണ്ടനില് നമ്മളുടെ യാത്ര തുടങ്ങുന്ന സൗത്താംപ്ടണില് പോർട്ടിൽ നിന്നാണ് ടൈറ്റാനിക് യാത്ര പുറപ്പെട്ടത്. അതേ പോർട്ടിൽ നിന്നാണ് നമ്മളും യാത്ര പുറപ്പെടുന്നത്. സൗത്താംപ്ടണിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ലണ്ടനിൽ, സാധാരണ ലണ്ടൻ എന്ന് പറയുമ്പോൾ ഒരുപാട് തവണ ലണ്ടൻ സന്ദർശിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവരും ലണ്ടൻ സിറ്റി ടൂറും അങ്ങനെയുള്ള നോർമൽ ടൈംസിലൂടെയുള്ള ക്രൂയിസും ഒക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇത്തവണ താമസിക്കുന്നത് ലണ്ടനിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വില്ലേജിലാണ്. ആ വില്ലേജിന്റെ പേരെന്താ? കോട്സ്വേൾഡ് എന്ന് പറയുന്ന വില്ലേജിലാണ് താമസിക്കുന്നത്. അത് 1700-കളിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രാമം അതുപോലെ നിലനിർത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ അവിടെ ഒരു തവണ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അവിടെ താമസിക്കൽ ശരിക്കും എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാനതൊരു ഒറ്റയ്ക്കുള്ളൊരു യാത്രയായിരുന്നുകൊണ്ടും ഈ കോട്സ്വേൾഡിൽ പോയി അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ തെരുവുകളിലൂടെയൊക്കെ നടന്നു അവിടെയുള്ള ഒരു പ്രസിദ്ധമായ ആൻഷ്യൻ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ച് ഒരു ബിയറൊക്കെ കഴിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് കോട്സ്വേൾഡിനെ കുറിച്ച് എനിക്കറിയാം. പക്ഷെ കോട്സ്വേൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. സുന്ദരമായ ഒരു വില്ലേജ്, അതിസുന്ദരമായിട്ടൊരു വില്ലേജാണ്. 16-17 നൂറ്റാണ്ടുകളിലുള്ള ആ ഗ്രാമങ്ങളിൽ നിന്ന് അതേപടി നിലനിർത്തിക്കൊണ്ടാണ്. അതെ, ആധുനിക റോഡുകളോ ഒന്നും ഇല്ലാതെ, വാഹനങ്ങളും അധിക സ്ഥലവും, അതിനുള്ളിലേക്ക് വലിയ ബസ്സുകളെയോ വലിയ വാഹനങ്ങളെയോ ഒന്നും പ്രവേശിപ്പിക്കില്ല. അധികവും നിങ്ങൾ നടന്നു തന്നെ കാണണം. കോട്സ്വേൾഡിൽ നമ്മൾ ഒരു ദിവസമാണ് താമസിക്കുന്നത്. ഒരു ഡേ നമ്മൾ അവിടെ എത്തും, ഒരു രാത്രി സ്റ്റേ ചെയ്യും, അടുത്ത ഡേ ഉച്ചയോടുകൂടി നമ്മൾ ഈ ക്രൂയിസിലേക്ക് സൗത്താംപ്ടണിലേക്ക് പോവും. അവിടുന്ന് നമ്മൾ ഷിപ്പിൽ കയറും. അപ്പൊ നമ്മള് യാത്ര പുറപ്പെടുന്നത് എന്നാണ്? നമ്മൾ യാത്ര പുറപ്പെടുന്നത് ഒക്ടോബർ 11 കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നത്. 26 തിരിച്ചെത്തും. എത്ര ദിവസത്തെ യാത്ര? 15 ദിവസത്തെ യാത്രയാണ്. അത് അതിൽ കുറച്ച് ഇത് പോവും. കാരണം ദുബായിൽ ചെന്ന് ദുബായിൽ നിന്ന് ലണ്ടനിൽ പോകും. ലണ്ടനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു ദിവസത്തെ താമസത്തിന് ശേഷം സൗത്താംപ്ടണിൽ കോട്സ്വേൾഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയോടുകൂടി സൗത്താംപ്ടണിലെത്താണ്. സൗത്താംപ്ടണിന്റെ ഹാർബർ എന്ന് പറയുമ്പോൾ അന്ന് അതേ കാലത്ത് നമ്മൾ ടൈറ്റാനിക് ആരംഭിച്ച അതേ പോർട്ടിൽ നിന്ന്, ഒരുപക്ഷെ ബെർത്ത് 44 തന്നെയാണത് നമുക്ക് ആരംഭിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. ആ പോർട്ടിൽ നിന്നാണ് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. ഈ പോർട്ടിൽ നിന്നാണ് ക്യാപ്റ്റനും അതുപോലെ സ്റ്റുവാർട്സും അതുപോലെ തന്നെ അവിടുത്തെ ടൈറ്റാനിക്കിൽ നമ്മൾ സിനിമയിൽ കണ്ട മ്യൂസീഷ്യൻസ്, അവിടുത്തെ ബാറിലെ മ്യൂസീഷ്യൻസ് ആയിരുന്നു. അവരൊക്കെ ആരംഭിച്ചതൊക്കെ ഈ പോർട്ടിൽ നിന്നാണ്. അങ്ങനെ ആ പോർട്ടിൽ നിന്നാണ് നമ്മുടെ ചരിത്ര യാത്ര. ആദ്യത്തെ സ്റ്റോപ്പ് ഓവർ എന്ന് പറയുന്നത് പാരീസാണ്. അതിനുശേഷം ഇവിടെ നിന്നുള്ള ഷിപ്പിന്റെ മെയിൻ പ്രാഥമിക ആളുകൾ വന്നുവെങ്കിൽ രണ്ടാമത്തെ സ്റ്റോപ്പായിരുന്നത് പാരീസ് നഗരമായിരുന്നു.
പാരീസ് നഗരത്തിൽ അന്നുണ്ടായിരുന്ന പോർട്ട് ചോബർഗ് എന്ന് പറഞ്ഞ പോർട്ടായിരുന്നു. പാരീസ് നഗരത്തിലെ ഏറ്റവും അതിസമ്പന്നന്മാര് കയറി പാരീസിൽ നിന്നാണ് മെയിൻ ഈ അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾ, ഭയങ്കര പണക്കാരായിട്ടുള്ള ഇവിടുന്ന് ഈ ആദ്യത്തെ സ്റ്റാപ്പിൽ നിന്ന് കയറിയത് ഷെഫും മ്യൂസിഷ്യൻസും അതുപോലെ തന്നെ അവിടുത്തെ ക്യാപ്റ്റനും സ്റ്റുവേർട്സും ഫുഡിന്റെ ആളുകളൊക്കെ ആയിരുന്നു. അപ്പൊ ഈ അതിസമ്പന്നന്മാര് കയറുന്ന ആ പോർട്ടായിരുന്നു പാരീസ് നഗരത്തിനോട് ഏറ്റവും അടുത്തുണ്ടായിരുന്നത്. അപ്പൊ അവിടെയുള്ള അവർക്ക് ചെറിയ എളുപ്പത്തിൽ എത്തപ്പെടാൻ പറ്റുന്ന ഒരു പോർട്ടായിരുന്നു. അന്ന് വേറൊരു പോർട്ടും ഉണ്ടായിരുന്നു, പക്ഷെ ആ പോർട്ടിന് താരതമ്യേന വലുപ്പം കുറവായിരുന്നു. അപ്പൊ അന്നത്തെ ഈ ചോബർഗ് പോർട്ട് അന്ന് ടൈറ്റാനിക്കിന്റെ കാലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ എത്തിപ്പെടുന്നത് ഈ നമ്മൾ ലീ ഹാർവേ എന്ന് പറഞ്ഞൊരു പോർട്ടാണ്. അത് അന്ന് ചെറുതായിരുന്നെങ്കിലും ഇപ്പോൾ വളരെ മോഡേണൈസ് ചെയ്തു. നമ്മുടെ കപ്പലുകൾക്ക് എടുക്കുന്ന പോലുള്ള ആഴവും അതിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ അത് വലിയ ദൂരമല്ലേ ഉണ്ട്, നമ്മുടെ വെരി ക്ലോസ് ആണ്. അങ്ങനെ ആ ലീ ഹാർവേ എന്ന് പറഞ്ഞ പോർട്ടിലാണ് നമ്മൾ പാരീസ് അടുക്കുന്നത്. അവിടെ പാരീസ് നഗരത്തിൽ നിന്ന് വരുമ്പോൾ സാധാരണ എല്ലാവരും കാണുന്നത് പാരീസ് നഗരത്തിന്റെ കാഴ്ചകളാണ്. പാരീസ് നഗരം, ഏഫൽ ടവർ, ആണ്. അപ്പൊ നമ്മളതിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്നത് അവിടുത്തെ മൗണ്ട് മിഷേൽ എന്നുള്ളൊരു സുന്ദരമായ ഒരു എന്താ പറയുക, ഒരു വണ്ടേഴ്സ് ഓഫ് ദ മോഡേൺ വേൾഡ്, വെസ്റ്റേൺ വേൾഡ് എന്ന് പറയും. അത് ഒരു ലോകം തന്നെയാണ്. നമ്മുടെ ഫെയറി ടൈലിൽ കണ്ടതുപോലെ ഒരു വലിയൊരു ഭീമാകാരമായ ഒരു ആർക്കിടെക്റ്റാണ്. അവിടെയാണ് നമ്മൾ പോകുന്നത്. അതും ഒരു എന്താ പറയുക സ്വപ്നതുല്യമായ ഒരു യാത്രയാണ്. എനിക്ക് നമ്മുടെ ഒരു ടൂർ കമ്പനിയും ഒന്നും ഇതുവരെ ഈ സ്ഥലത്തേക്ക് മൗണ്ട് മിഷേൽ കാണിച്ചിട്ടില്ല. അവർക്ക് ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ട്. ഇല്ല, അവര് ഡേ ട്രിപ്പാണ്. നമ്മളവിടെ പാരീസ് നഗരത്തിന് കാണുന്നതിന് പകരം ഈ മൗണ്ട് മിഷേലാണ് കാണുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും പാരീസ് കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിന് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മൗണ്ട് മിഷേലാണ്. അപ്പൊ അന്ന് പകല് അവിടെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഷിപ്പിലേക്ക്, അത് വൈകുന്നേരം 7 മണിക്ക് ഷിപ്പ് പോകുള്ളൂ. നമുക്ക് ഏകദേശം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഒരു ദിവസം 12 മണിക്കൂറോളം നമുക്ക് സമയമുണ്ട്. അപ്പൊ വിശദമായിട്ട് ആ മൗണ്ട് അതിൽ കയറുക, അവിടെ നിന്നുള്ള ദൂരക്കാഴ്ചകൾ ഗംഭീരമാണ്. അതിഗംഭീരമായ കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് മൗണ്ട് മിഷേൽ. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും കാണാൻ പറ്റും. അല്ല, അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലേക്കാണ്. രണ്ടാമത്തെ ടൈറ്റാനിക്കിന്റെ സ്റ്റോപ്പ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലെ കോർക്ക്. അവിടുത്തെ ഈ അമേരിക്ക കാണാൻ സ്വപ്നത്തിലുള്ള സാധാരണക്കാർ മുഴുവൻ കയറിയുന്നത് ഇമിഗ്രൻസ്, അമേരിക്ക എന്ന സുപ്രഭൂമിയിലേക്കുള്ള സാധാരണ ഇമിഗ്രൻസ്, തേർഡ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് പാരീസിൽ നിന്നായിരുന്നെങ്കിൽ തേർഡ് ക്ലാസ് യാത്രക്കാർ മുഴുവൻ വന്നത്. അപ്പൊ അവിടെ അവരുടെ ഒരു ടൈറ്റാനിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവം അവിടെ നമുക്ക് അവർ കയറി പോട്ട് അവരുടെ ആ ഒരു ഓർമ്മകൾ വിളിക്കുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലെ ഈ സ്ഥലം. മറ്റനവധി കാഴ്ചകൾ കോബർഗിലുണ്ട്. അതും നമുക്കൊരു ഡേ ട്രിപ്പ് കാഴ്ചകളാണ്. അതിനുശേഷം അതിനുശേഷം ഈ ടൈറ്റാനിക് ക്രൂയിസ് പിന്നെ അതിന്റെ ഫൈനൽ പോർട്ട് ഓഫ് കോൾ ആയിരുന്നു. ഇവിടെ നിന്ന് നേരെ ന്യൂയോർക്കിലേക്ക് പോകുകയായിരുന്നു. അതായിരുന്നു യഥാർത്ഥ ടൈറ്റാനിക്കിന്റെ റൂട്ട്. പക്ഷെ നമ്മുടെ റൂട്ട് ടൈറ്റാനിക്കായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള സ്ഥലങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അത് ഈ ബെൽഫാസ്റ്റില്, നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലായിരുന്നു ടൈറ്റാനിക് നിർമ്മിച്ചത്. അപ്പൊ അടുത്ത സ്റ്റോപ്പ് നമ്മൾ ഈ ബെൽഫാസ്റ്റിലാണ്. അവിടെ ഒരു അതിഗംഭീരമായ ഒരു മ്യൂസിയം ഉണ്ട്. അത് ഈ ടൈറ്റാനിക് ഉണ്ടാക്കിയ RMS ടൈറ്റാനിക് ഉണ്ടാക്കിയ അതേ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൻ്റെ സ്ഥലമാണ്. അവിടെയാണ് നമ്മുടെ ചില യാത്ര കഴിഞ്ഞത്. അതൊരു ടൈറ്റാനിക്കിൻ്റെ ഓർമ്മകളുള്ള ഒരു 8 സ്റ്റോറിയുടെ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ അതേ ടൈറ്റാനിക്കിൻ്റെ ഹൈറ്റിലാണ് ആ ഇതിലാണ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ടെൻഡറിങ് ഷിപ്പ് ഉണ്ട്, അതൊക്കെ നമുക്ക് അവിടെ കാണാം. ടെൻഡറിങ് ഷിപ്പ് ടൈറ്റാനിക്കിൽ നഷ്ടപ്പെട്ടു പോയില്ല. കാരണം അത് ഈ പറഞ്ഞ പാരീസിൽ നിന്ന് പോട്ടിൽ നിന്ന് ഘടിപ്പിച്ചത് ഈ ടെൻഡറിങ് ഷിപ്പ്, അതൊക്കെ നമുക്ക് അവിടെ കാണാം. അങ്ങനെ ടൈറ്റാനിക്കിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള മെയിൻസും ഒക്കെ ഉള്ളത് ഈ ബെൽഫാസ്റ്റിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബെൽഫാസ്റ്റ് കൂടി കണക്ട് ചെയ്തിട്ട് പോകുന്നത്. ബെൽഫാസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ടൈറ്റാനിക്കിന്റെ അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് പ്രവേശിക്കാം. ആ ഓഷ്യന്റെ മധ്യയിലാണ് നമ്മൾ ഈ പറയുന്ന ഈ ഗ്രൗണ്ട് സീറോ ഉണ്ടായത്. അതൊരു സ്പോട്ടാണ് യഥാർത്ഥത്തിൽ. അത് സാധാരണ ആദ്യകാലത്തൊക്കെ, കാരണം ഇങ്ങനെയുള്ള യാത്രകൾ തന്നെ ചുരുക്കമായിട്ടേ ഇങ്ങനെ ആളുകൾ നടത്താറുള്ളൂ. മാത്രമല്ല അതൊരു ഒന്നും കാണാനൊന്നുമില്ല. കടലില് ടൈറ്റാനിക് മുങ്ങിയ സ്ഥലമാണ്. ആ സ്ഥലം കവർ ചെയ്ത് പോകുന്ന സമയത്ത് സാധാരണ ക്യാപ്റ്റനൊക്കെ അനൗൺസ് ചെയ്യും. ഒരു കുറച്ചു നേരം പ്രാർത്ഥനാ നിരതമായിട്ട് സൈലന്റ് ആവും.
രാത്രിയാണ് കടന്നു പോവുക. അപ്പൊ അതൊരു ഇമോഷണൽ തിങ് ആണ്. ആ സ്ഥലത്ത് കൂടെ കടന്നു പോകണമെന്നുള്ളൊരു അറിവ് നമുക്ക് സാധാരണ നിലയ്ക്ക് ഈ ക്യാപ്റ്റന്മാര് പല സമയങ്ങളിലും ക്യാപ്റ്റന്റെ ഡിസിഷനാണ് അത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതുവരെ നമ്മൾ ആഗ്രഹിച്ചൊന്നും നടക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കതിന് ശ്രമിക്കാം. അല്ല, ആ വഴിയാണ് കടന്നു പോകുന്നത്. ശരിക്ക് ടൈറ്റാനിക്കിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ന്യൂയോർക്കായിരുന്നു. ന്യൂയോർക്ക് പോർട്ടായിരുന്നു. പക്ഷെ നമ്മള് ആ ന്യൂയോർക്ക് പോർട്ടിലേക്ക് ആണ് ശരിക്കും ടൈറ്റാനിക് പോയതെങ്കിൽ നമ്മൾ അതിന്റെ ഇടയിലാണ് ടൈറ്റാനിക്കിന്റെ അപകടം ഉണ്ടായത്. അപകടം ഉണ്ടായപ്പോ ഈ ടൈറ്റാനിക്കിന്റെ അപകടത്തിലെ ആളുകളെ രക്ഷപ്പെടുത്തിയ 2-3 പ്രധാനപ്പെട്ട ബോട്ടുകളുണ്ട്. അത് ഒന്ന് നോവ സ്കോഷ്യ എന്നൊരു സ്ഥലമാണ്, കാനഡ. പിന്നീട് നമ്മൾ പോകുന്നത് ആ കാനഡയിലെ പോർട്ടുകളിലേക്കാണ്. നമ്മൾ കാനഡയിൽ ആദ്യം എത്തുന്നത് ഒരു കേപ്പ് ബ്രിട്ടൻ ഐലൻഡാണ്, സിഡ്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിൽ കബോട്ട് ട്രെയിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിനിക് റൂട്ടാണ്. പ്രത്യേകിച്ച് ഒക്ടോബർ ആയതുകൊണ്ട് ഓട്ടം സീസൺ, അത് ഈ ഫോൾ സീസണാണ് അവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ. അപ്പോൾ അവിടുത്തെ പ്രകൃതിയും കൂടി അതിഗംഭീരമായ നല്ലൊരു കാഴ്ച നൽകുന്ന ഒരു സമയമാണ്. അപ്പോൾ അവിടെ നമ്മൾ ടൈറ്റാനിക്കായിട്ട് ബന്ധപ്പെട്ടുന്ന വലിയ കാഴ്ചകളിലേക്കൊന്നും അവിടെ പോകുന്നില്ല. കാരണം അവിടെ ഈ സിനിക് റൂട്ട് തന്നെ അത് നമ്മൾ ഈ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള, അത് ഈ ഓസ്ട്രേലിയയിലേക്കൊക്കെ കേൾക്കുന്ന അതിനേക്കാൾ സുന്ദരമായ ഒരു റൂട്ടാണ് ശരിക്കും. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ തീരത്തിലൂടെ പോകുന്നൊരു റൂട്ടാണ്. ഒരു ദിവസത്തെ യാത്രയാണ്. നമ്മൾ ആ എക്സ്പീരിയൻസ് നമ്മൾ കണ്ട് അവിടെ തന്നെ ഫിഷർമാൻ കോട്ടേജ്, ഫിഷർമാൻ വില്ലേജ് ഉണ്ട്. അങ്ങനെ അത് കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മൾ യാത്ര തുടരുന്നത്. ആ യാത്ര അടുത്ത യാത്രയാണ് യാത്രയിലെ തന്നെ ടൈറ്റാനിക്കിൻ്റെ ഏറ്റവും നമ്പരമായ ഹെലിഫാക്സ് എന്ന് പറയും. ഈ ഹെലിഫാക്സിലെ നിന്നുള്ള കപ്പലുകളും അവിടുത്തെ നാവികന്മാരുമാണ് ഈ ടൈറ്റാനിക്കിലെ രക്ഷയ്ക്കായിട്ട് ആദ്യം എത്തിയത്. പക്ഷെ അതിൽ അപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് വേറൊരു കപ്പൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ജീവനുള്ള ആളുകളെ മുഴുവനും അമേരിക്കയിലേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ള ആളുകളെ മുഴുവനും ബെറി ചെയ്തിരിക്കുന്നത് ഹെലിഫാക്സിൽ. അവിടെ ഒരു ഫെയർ വ്യൂ ലോൺ സിമിട്രി എന്ന് പറഞ്ഞൊരു സിമിട്രി ഉണ്ട്. അവിടെയാണ് ഈ എല്ലാ ആളുകളെയും അടക്കം ചെയ്തത്. അതിലെ ഡോസൺ, അവിടുത്തെ ഒരു ഡോസൺ എന്നൊരു കഥ, അത് എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കഥയാണ്. ജെയിംസ് കാമറോണിന് നമ്മളുടെ ടൈറ്റാനിക്കിലെ നായകനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പിറേഷൻ കൊടുത്തത് ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഡോസൺ എന്ന് പറഞ്ഞ ആളാണ് അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാനും ഒരുപാട് പേര് രക്ഷിക്കുകയും അവസാനം അദ്ദേഹം ഫ്രോസൺ ആയിട്ടുള്ള നിലയിൽ ടൈറ്റാനിക്കില് ജാക്കിനെ കാണിച്ചതുപോലെ ഇയാളെ കിട്ടിയത് അതുപോലെ ഒരു മരക്കഷ്ണത്തിൽ ഫ്രോസൺ ആയിട്ടാണ്. അയാളുടെ കൂടെ ഒരു അൺനോൺ ബേബിയുടെ ബോഡി ഉണ്ട്. അപ്പൊ അതിലുള്ള ആ സിമിട്രിയിലുള്ള ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ളൊരു ഇതാണ് ഏറ്റവും ആളുകൾ വരുന്ന ഈ ഡോസന്റെ സിമിട്രിയാണ്. ഏകദേശം 123 ആളുകൾ അവിടെ ബറി ചെയ്തിട്ടുണ്ട്. സിമിട്രി ഉണ്ട്. പിന്നെ അവിടെ ഒരു പെഗ്ഗീസ് കോവ് എന്ന് പറഞ്ഞൊരു അട്രാക്ഷനുണ്ട്. അതും ഈ നമ്മുടെ ഈ ടൈറ്റാനിക്കിന്റെ വിരസത മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ചില ഇതിലിട്ടിരിക്കുന്നത്. അങ്ങനെ അതും നമ്മളവിടെ കണ്ടിട്ടാണ്, ഹെലിഫാക്സ് കണ്ടിട്ടാണ് നമ്മൾ ടൈറ്റാനിക്കിന് തിരിച്ച് നമ്മുടെ ന്യൂയോർക്കിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ആ ന്യൂയോർക്കിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അവിടെ ഒരുപാട് സ്മാരകങ്ങളൊക്കെ ഉണ്ട്. അവിടെ ടൈറ്റാനിക് ലൈറ്റ് ഹൗസ് ഉണ്ട്. പിന്നെ അവിടുത്തെ ഒരു ജെയിൻ ഹോട്ടലുണ്ട്. അവിടെയാണ് ഈ വന്ന ആളുകളെ ആദ്യം ഇവർ തന്നെ താമസിപ്പിച്ചത്. പിന്നെ അവിടുത്തെ വേറെ ഒരുപാട് മറ്റൊരനവധി കാഴ്ചകളുള്ള അങ്ങനെയുള്ള ഒരു ടൈറ്റാനിക്കിന് ഒരു ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ടുള്ള നമ്മുടെ ആദ്യത്തെ ഒരു യാത്രയാണ്. 6 രാജ്യങ്ങളിലൂടെ പോകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ബ്രിട്ടനിലെത്തുന്നു, ലണ്ടനിലെത്തുന്നു, അവിടുന്ന് ഫ്രാൻസ് പാരീസിലെത്തുന്നു. അത് കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ പോകുന്നു, നോർത്തേൺ അയർലൻഡിൽ പോകുന്നു, അവിടുന്ന് കാനഡയിൽ പോകുന്നു, അവിടുന്ന് USA. അങ്ങനെ 6 രാജ്യങ്ങളിലൂടെയുള്ള ഒരു യാത്ര ചെയ്യാനുള്ള. അത് മാത്രമല്ല ഒരു യുണീക്ക് ഇതുപോലുള്ള ഒരു ആള് പോലും ഈ ഒരു യാത്ര ഇതിന്റെ തീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീം ബേസ്ഡ് ക്രൂയിസ് ആണ്. അപ്പോൾ ഈ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കും ടൈറ്റാനിക്കിനെ കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുള്ള ആളുകൾക്കും അവിസ്മരണീയമായിട്ടുള്ള ഒരു യാത്രയാണ് വെനീസ് റോയൽ ടൂർസ് അവതരിപ്പിക്കുന്നത്. അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു യാത്രയാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്മരണകൾ ഉണർത്തുന്ന ഒരു യാത്ര, വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു യാത്ര. ഈ വരുന്ന ഒക്ടോബർ 11 കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച് ഒക്ടോബർ 26 തിരിച്ച് കൊച്ചിയിലെത്തുന്ന 6 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ദുഃഖ സ്മരണകൾ ഉള്ള ഒരു യാത്ര.
ഈ യാത്രയിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. എന്നോടൊപ്പം ബെന്നിയോടൊപ്പം യാത്ര ചെയ്യാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അപ്പം മറക്കണ്ട, ഒക്ടോബർ 11 ഞാനും ഉണ്ടാവും.